റോഷിപാൽ, ഞാനൊന്ന് ജെയ്സണിലേക്ക് പോവുകയാണ്. ജെയ്സൺ, ചേലക്കരയുടെ ഒരു പൾസ് എങ്ങനെയുണ്ട്? അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോൾ അട്ടിമറിക്ക് സാധ്യതയുണ്ടോ? ഒന്നും പറയാൻ കഴിയില്ല എന്ന സ്ഥിതിയാണ് സുജയ സത്യത്തിൽ ചേലക്കരയിലുള്ളത്. വളരെ ശാന്തമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. വലിയ കോലാഹലങ്ങളൊന്നുമില്ല, വിവാദങ്ങളില്ല. ശാന്തമായി ഒഴുകിയ ഒരു ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു ചേലുള്ള ചേലക്കരയിൽ നാളെ ഈ സമയമാകുമ്പോഴേക്കും ആരാണ് അവിടുത്തെ MLA എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. ഒരു കാര്യം ഉറപ്പാണ്, ആദ്യത്തെ 3 പഞ്ചായത്തുകൾ, അതായത് 1 മുതൽ ഏകദേശം 49 ബൂത്ത് വരെ എണ്ണിക്കഴിയുമ്പോഴേക്കും ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഗതി എന്തെന്ന് ഏകദേശ രൂപം കിട്ടും. ആദ്യ 3 പഞ്ചായത്തുകളും LDFിൻ്റെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയേണ്ടി വരും. വരവൂരും അതുപോലെ തന്നെ വള്ളത്തോൾ നഗറും ദേശമംഗലവും അതിശക്തമായ സ്വാധീനമുള്ള LDFിൻ്റെ ഒക്കെ പഞ്ചായത്തുകളാണ്. അതുകൊണ്ട് തന്നെ ആ പഞ്ചായത്തുകളിൽ ലഭിക്കുന്ന ലീഡ് LDFിൻ്റെ വരും പഞ്ചായത്തുകളിലെയും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെയും വിധി നിർണ്ണയിക്കും. ആ പഞ്ചായത്തുകളിൽ ലീഡ് കുറഞ്ഞാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും. അതാണ് ഇപ്പോഴത്തെ യഥാർത്ഥ അവസ്ഥ. BJP 40,000 വോട്ട് പിടിക്കുന്ന പക്ഷം ഒരു അട്ടിമറി പോലും ഈ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നതാണ് BJPയുടെ കടുത്ത ആത്മവിശ്വാസം. കഴിഞ്ഞ കുറേ നാളുകളായി അവർ CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളായ 527 സങ്കേതങ്ങൾ, പണ്ട് കോളനികൾ എന്ന് വിളിക്കുന്ന, ഇപ്പോൾ സങ്കേതങ്ങൾ എന്ന് വിളിക്കുന്ന 527 സങ്കേതങ്ങളിൽ അതിശക്തമായ ഇടപെടലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത്തരത്തിലുള്ള അവകാശത്തിൻ്റെ ഒരു പകുതിയെങ്കിലും ഒരു ഫലത്തിൽ വന്നാൽ അത് വലിയ അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. ഏതായാലും ഇത് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തമായ ഒരു ആര് വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത ഒരു സ്ഥിതി ഇപ്പോഴുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ LDFിൻ്റെ കടുത്ത കോട്ടയായിരുന്നു, ഏറ്റവും ശക്തമായ കോട്ടകളിലൊന്നാണ് ചേലക്കര. സ്വാഭാവികമായ വിജയം LDF ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. എടുത്തോളൂ, നമ്മളും തയ്യാറാവുകയാണ്. നമുക്ക് ഒന്ന് ആഞ്ഞു പിടിക്കണം, ഒന്ന് എങ്ങനെയാണ് അവസാനവട്ട കൂട്ടലും കിഴിക്കലുമെന്ന് നോക്കണം.